ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ ഒരു വലിയ രണ്ട് പാമ്പുകൾ വന്നടാ. ബ്ലാക്ക് സ്നേക്കും ഗോൾഡൻ സ്നേക്കും അവർ തമ്മിൽ ഫൈറ്റ് നടക്കണം. നമ്മുടെ ബാങ്കിലാണ് അത് പിടിച്ചു വെച്ചിരിക്കുന്നത്. വൻ പ്രശ്നമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രാനിയും ഗ്രാൻഡ് പേയും കൂടെ വന്നടാ. അവന്മാരെല്ലാം ബിൽഡിങ്ങുകൾ ഇടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കണം. ഇവർ രണ്ടുപേരും എന്താ നടന്നും പറഞ്ഞ് നമ്മളത് അറ്റാക്ക് ചെയ്യോടെ. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവരിത് നമ്മളെ സിറ്റി ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അകത്ത് കയറി നമുക്ക് ഇവിടെ സേഫായിട്ടിരിക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് നമ്മളെ ഷിൻചാനെയും നമ്മുടെ പട്ടിയെയും നോബിത്തയും എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിതാ ഇവിടെ ഒരു റൂം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റൂമിൻ്റെ അകത്താണ് ഇനി നമ്മളിതാ ഒളിച്ചിരിക്കാൻ പോണത്. ഗ്രാൻഡ്പാ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് ആ ഫ്രാങ്ക്ലിനെ അവൻ്റെ കൂട്ടുകാരെ കൊന്നു കളയാം. എന്നിട്ട് അവൻ്റെ വീട് എവിടെയാടാ? ഇതാണ് അവൻ്റെ വീട്. മോളെ ഗ്രാനി, ഇത് വേടോ, നമ്മുടെ പയ്യന്മാരാണ് പ്രശ്നം. അവന്മാരെ തീർക്കണം. ഈ ഗ്രാനി നമ്മളെ കൊല്ലണ കാര്യമാണ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് അവർ വന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. അങ്ങനെ നോബിത്ത, നീ ഇവിടെ നോക്കിക്കോ, നമുക്ക് ഡോർ അടിച്ച് ഇവിടെ തന്നെ സേഫായിട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ CCTV ഒക്കെ നോക്കുന്നുണ്ട്. അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തൂക്കി നമുക്ക് ഫുൾ സിറ്റി തന്നെ നമുക്ക് രക്ഷിക്കണം. അങ്ങനെ നമ്മൾ CCTV ഒക്കെ നോക്കിയതോ അവരിതാ വന്നടാ. അവരിതാ അവിടെ നിൽക്കണടാ. എന്തെങ്കിലും ചെയ്യണോ നോബിത്ത, മാറടാ, ഓടടാ, അവന് ചവിട്ടിയിട്ട്. അങ്ങനെ നമ്മൾ തോക്കെടുത്ത് നോക്കണുണ്ട്. ഇപ്പോൾ അവർ കാരണം തോക്കല്ലേ കൈയിരിക്കണേ. നമ്മൾ ആ ഡോറിൻ്റെ ഇടയിൽ കൂടെ നോക്കണുണ്ട്. വീണ്ടും CCTV ചെക്ക് ചെയ്യാണ്. അവരത് അവിടെ നിൽക്കണോ നമ്മുടെ ലിവിങ് ഹാളിൻ്റെ അടുത്ത്. അവർ ഡോറൊക്കെ തുറന്ന് വരണമൊക്കെ. എൻ്റെ വീട്ടിൻ്റെ അകത്താണ് ഇത്രയും സ്റ്റൈലായിട്ട് കയറി വരണം. ഇനി നമുക്ക് വെളിയിറങ്ങിയേ പറ്റൂ. നോബിത്ത, നീ കഥ അടച്ചോ. അങ്ങനെ നമ്മളിതാ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവരെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിൽ തീർത്തേ പറ്റൂ. അങ്ങനെ നമ്മൾ ഒളിച്ചിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും അവർ പോയി കാണും, നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ CCTV നോക്കണുണ്ട്. ഇത് അവിടെ എവിടെ ഉണ്ട് അവർ രണ്ടുപേരും. അയ്യോ, ഇതാ ഗ്രാൻഡ് ഓടി പോണ. എന്തോന്നടേ ഇത്, ഗ്രാൻഡ് എന്താ പോണേ? നമ്മളെ വീട്ടിനകത്ത് തന്നെയാണ് ഇവന്മാർ ഓടി കളിക്കണേ. വിട്ടുകൊടുക്കാൻ പാടില്ലടാ. എല്ലാത്തിനെയും ഞാൻ പിടിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ഓടി. അയ്യോ, ഇതാ ഗ്രാൻഡ് കണ്ട്. ഓടിക്കോ, നമുക്കിതാ വീണ്ടും അവിടെ പോകണം. അങ്ങനെ ഇതാ ഇയാളെ ബാക്കിൽ കൂടെ ഉണ്ടടാ. ഗ്രാൻഡ് പറഞ്ഞടാ, നോബിത്ത തുറയണ ഡോറ്. ഒരു സെക്കൻഡ് മാറിയാൽ എൻ്റെ ശവം ഇവിടെ വീഴും. അങ്ങനെ അവൻ ഡോറ് തുറന്നിട്ടുണ്ട്. അടയടാ, കറക്റ്റ് ടൈമിങ്ങിന് അടയടാ. അങ്ങനെ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇത് ഡോർ അടച്ച് നമ്മൾ തോക്കിട്ടൊക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെ നമ്മളിതാ ഡോർ അടച്ച് സേഫായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വരില്ലെന്നാണ് നമ്മൾ വിചാരിക്കണത്. എങ്ങനെയെങ്കിലും എന്താ CCTV നോക്കണുണ്ട്. അവിടെ വെളിയിൽ തന്നെ നിൽക്കണടാ. അവർ തൊട്ട് വെളിയിൽ തന്നെ നിൽക്കണടാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മളെങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് രക്ഷപ്പെടണം. അതിനിതാ ഒരു വഴിയേ ഉള്ളൂ. ആകാശത്തിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് ചാടി എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ റൂഫിൽ കയറി അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എല്ലാവരെയും കയറ്റണടാ. വാടാ ഷിൻചാനെ, എങ്ങനെയെങ്കിലും നമുക്ക് ഇവരെയൊക്കെ എത്തിക്കണം. അങ്ങനെ നമ്മളെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അവരെല്ലാം കൊണ്ടുവരണം നമുക്ക്. അങ്ങനെ ഇവരെല്ലാവരും എത്തിച്ചിട്ടുണ്ട്. നോബിത്ത, ഷിൻചാനെ കയറാം. അങ്ങനെ നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നമ്മൾ വണ്ടിയും കൊണ്ട് രക്ഷപ്പെട്ടേ പറ്റൂ. ഇനി ആ ഗ്രാൻഡ് പേ നോക്കാൻ നിന്നാൽ നമ്മളവർ കൊല്ലും. അങ്ങനെ നമ്മളിതാ വീണ്ടും വീട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കിയാലേ നമുക്കെല്ലാം വീണ്ടും പഴയതുപോലെ വീട്ടിനകത്ത് കയറാൻ പറ്റും. അങ്ങനെ അതോ അവർ പറഞ്ഞടാ. അവർ പറഞ്ഞ്, എൻ്റെ മോനെ ഫ്രാങ്ക്ലിനെ, നിന്നെ ഞാൻ എന്താ അടിച്ചിട്ടല്ലോടാ കുട്ടാ. എന്ത് ചെയ്യണോ? അതോ അവർ അടിച്ചിട്ടാ നമ്മളെ ബോധവും പോകാൻ പോണേ. അയ്യോ, എൻ്റെ ഫ്രാങ്ക്ലിൻ കുട്ടനെ ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. ഗ്രാൻഡ് പേ വിളിച്ച് നമുക്ക് വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയി പാർസൽ ചെയ്യാം. പോയ ഫ്രാങ്ക്ലിനെ കാണുന്നില്ലല്ലോ. നമുക്കിത് CCTV നോക്കാം, അവനെ കാണുന്നില്ലല്ലോ. അങ്ങനെ വണ്ടി നമ്മളെ എല്ലാവരും കൂടെ പാർക്ക് ചെയ്തത് ഗ്രാനിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ വീട്ടിൻ്റെ അകത്തിപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ വെട്ട് കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫ്രാങ്ക്ലിനെ എവിടാ? ഫ്രാങ്ക്ലിൻ ബോധം കെട്ട് കിടക്കണടാ. ഫ്രാങ്ക്ലിനെ എണീക്കടാ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണോടാ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എണീറ്റിട്ടുണ്ട്. എന്തോ ഇന്നലെ സംഭവിച്ചേ. ആ വീട്ടിൻ്റെ അകത്ത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവർ നമ്മളെ ബാക്കിൽ വെച്ച് അടിച്ചടാ. അങ്ങനെ ഒരു പയ്യനെന്താ ഇവിടെ കിടക്കുന്നുണ്ട്. പയ്യ എണീക്കടാ, എന്താ പറ്റിയാ നിനക്ക്? അങ്ങനെ നമ്മളതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണുണ്ട്. ഗ്രാനിയും ഗ്രാൻഡ് പേയും എന്തോ സംസാരിക്കണേ. ആ ഫ്രാങ്ക്ലിനെ നമുക്കിവിടെ ഇട്ട് തട്ടാം. കാരണം അവനാണ് ഇവിടുത്തെ ശത്രു. അവനെ എങ്ങനെയെങ്കിലും തട്ടണോടാ കളവാ ഗ്രാൻഡ്പാ. എന്തെങ്കിലും ചെയ്യണോടാ. അങ്ങനെ എന്നെ കൊല്ലാനാണല്ലോ പ്ലാൻ. ചെറുക്ക് ഇറങ്ങി ഓടിയടാ, ആളെ ചാവൂടാ. അവൻ ഇറങ്ങി ഓടി. ആ ഗ്രാൻഡ് ബാക്കിൽ നിന്ന് പോണുണ്ട്. അവനെ മിക്കവാറും തീർക്കാനാണ് ചാൻസ്, എല്ലാ സിനിമയിലെയും പോലെ. ഗ്രാനി നമ്മളെ കണ്ടോ, താഴെ അടിക്കോ. അങ്ങനെ നമ്മളെ വീണ്ടും അടിച്ച് ബോധം കെടുത്തിയടാ അവര്. മോനെ ഫ്രാങ്ക്ലിനെ, നീ എന്ത് വിചാരിച്ച നമ്മളെ പറ്റി? അയ്യോ, ആ ചെറുക്കനെ വെടിവെച്ചിട്ടാ അവനെ കൊന്ന്. ഈ ഗ്രാൻഡ് പേ ശരിയല്ല, ഗ്രാനി ശരിയല്ല. ഈ സിറ്റിയെ രക്ഷിക്കണമെങ്കിൽ ഒരുപാട് പാടുപെടേണ്ടി വരും. ഇത് അങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ ചെറുക്കനെ കൊന്നതും പോലെയാണ് അതെനിക്ക്. പോലെ ഇതിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അവനെ ഞാൻ കൊന്നിട്ടുണ്ട്.
ഗ്രാൻഡ് പാ എന്തിനാണ് അവന് 2 വെടി വെച്ചത്? 3 വെക്കണ്ടേ? അയ്യോ, ഫ്രീ ഫയർ ബോയ്സ് ഇതാ വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇവരിത് ഒരാളെ കൊന്ന്, നമുക്ക് ഓടാം. അത് നമ്മളെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. നിൽക്കണം അവിടെ, നീ എന്തോടാ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകണം. നീ നിന്റെ പയ്യന്മാർ വെടി വെച്ചിട്ടാ, ഒരുത്തനെ തള്ളിയിട്ടാ, അവനെ വെടി വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറയും കൊണ്ട് പോകണടാ നീ. നിന്നെ വെടി വെച്ചിട്ടുണ്ടോ നിന്റെ കൂട്ടുകാരനും കിട്ടും. ഫ്രാങ്ക്ലിനെ കാണാനില്ല അങ്കിൾ, എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ ഫ്രാങ്ക്ലിനെ. നമ്മൾ ടി വി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്കിൾ എന്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഫ്രാങ്ക്ലിനെ രക്ഷിക്കണം അങ്കിൾ. അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് ചിഞ്ചാനെ. അങ്കിളെ വണ്ടി ഇടങ്ങളെ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി. അങ്ങനെ ഗ്രാനി നോക്കിക്കൊണ്ടിരിക്കണം നമ്മളെ. എൻ്റെ പൊന്ന് പൊട്ട, നിങ്ങളെ വീണ്ടും വരുന്നുണ്ടോ? വീണ്ടും ആൾക്കാരെ കിട്ടിയല്ലോ കൊല്ലാനായിട്ട്. ഫ്രാങ്ക്ലിൻ എവിടെയാണെന്തോ? ഫ്രാങ്ക്ലിൻ എവിടെ പോയി നീ? കുറേ നേരമായിട്ട് കാണാനില്ലല്ലോ. ഇത് എവിടെ പോയി കാണി? ഫ്രാങ്ക്ലിനെ കാണാനുമില്ല. അങ്ങനെ നമ്മളിതാ വീണ്ടും മുകളിൽ കയറിയിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ നോബിത്തെ ഷിൻചാനൊക്കെ പെടും. അങ്ങനെ നമ്മളിതാ വെളിയിലോട്ട് വരുന്നുണ്ട്. കുറേ പെട്ടികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ കിടന്നുറങ്ങി. ഈ ഫ്രാങ്ക്ലിനെ കാണാനില്ലല്ലോ, കുറേ നേരമായിട്ട് തപ്പുന്നുണ്ട്. ഇനി വണ്ടി എടുത്ത് നമുക്ക് പോവാടാ ഷിൻചാനെ. അവൻ ഇനി ഇവിടെ നിന്ന് ഇല്ലെന്നാണ് തോന്നണേ. നമുക്ക് വണ്ടി എടുക്കാം. അയ്യോ വണ്ടി കത്തിയേ, വണ്ടി കത്തി, ഓടിക്കോ ഷിൻചാനെ ഓടിക്കോ. അങ്ങനെ ഓടിയപ്പോഴത്തേക്ക് ആര് കിടക്കണേ? ആര് വെടിവെച്ച് കൊന്നിട്ടിരിക്കുകയാണല്ലോ ഷിൻചാന്. അങ്കിളെ എന്ത് ചെയ്യും അങ്കിളെ? അങ്ങനെ ഇനി എന്ത് ചെയ്യാനാ മോനെ? അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഇതാ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ വെട്ടിച്ച് നമ്മളിതാ വെളിയിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ഓടിക്കോ ഫ്രാങ്ക്ലിൻ. ഇനി നമുക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടിയില്ലേ, നമ്മളെ വണ്ടി ഇതാ നിൽക്കുന്നുണ്ട്. അയ്യോ അങ്ങേരിതാ ബാക്കിൽ നിന്ന് വരണടാ, ഗ്രാൻഡ് വരണടാ. അയ്യോ നമ്മളെ വെടിവെച്ചിട്രാ. അങ്ങനെ ഫ്രാങ്ക്ലിനെ കൊന്നിട്ടുണ്ട്. ഓടിക്കോ. ഞാൻ അങ്ങനെ വെടി കൊണ്ടതുപോലെ അഭിനയിച്ചതാ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാനാണടാ നടൻ ഗ്രാൻഡ് പാ. എന്ത് വിചാരിച്ചടോ താൻ? ഇങ്ങനെ നമുക്ക് ഓടാം. അങ്ങനെ നമ്മളിതാ ഒരുത്തനെ കൊന്നിട്ടിങ്ങനെ കണ്ട് ഇനി എന്ത് ചെയ്യും നമ്മൾ?